എടി മാണിക്കുഞ്ഞിന്റെ വീട് ഇത് തന്നെയാ. ആരാ? ഞാൻ നവീന. അയ്യോ, നവീൻ സാറോ? ക്ഷമിക്കണം കേട്ടോ, ഞാനിതുവരെ കണ്ടിട്ടില്ല. മാണിക്കുഞ്ഞ് എപ്പോഴും സാറിന്റെ കാര്യം പറയും. കേറി വാ സാറേ, വാ കേറുമോളെ. അവൻ എപ്പോഴും സാറിന്റെ കാര്യമുള്ളൂ. സാറിന്റെ ഓഫീസിലെ കാര്യം, സാറിന്റെ വീട്ടിലെ കാര്യം അതിങ്ങനെ നിർത്താതെ പറഞ്ഞോണ്ടിരിക്കും. മാണിക്കുഞ്ഞ് ഇവിടെയില്ലേ? അവന്റെ തൊട്ടപ്പുറത്തെ കടവരെ പോയിരിക്കുക. ഇപ്പൊ വരും. മോള്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ, ഗാഥ. സിത്താര മാഡത്തിന്റെ മോളോ? പറഞ്ഞിട്ടുണ്ട്, മോളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും മക്കളെ. സാരമില്ല. ആ ദാ വന്നല്ലോ. മാണിക്കുഞ്ഞെ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കി. നിന്റെ നവീൻ സാറ്. എന്തിനാ വന്നൊന്ന് ചോദിക്കാൻ പറ്റി? മാണിക്കുഞ്ഞിനോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയാൻ പറ്റി. ഓ, വലിയ വലിയ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ലെന്ന് പറഞ്ഞേക്കാൻ പറ്റി. ഇതൊക്കെ ചേരി പ്രദേശമല്ലേ? എന്തായാലും സംസാരിച്ചേ പറ്റുമെന്ന് പറയാമേ. എനിക്കൊന്നും സംസാരിക്കാനില്ല. അമ്മച്ചി അതങ്ങ് പറഞ്ഞേക്ക്. അമ്മച്ചി ഇങ്ങ് വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. കേറി പരിശോധിക്കും സാറേ. പരിശോധിക്കാനായിട്ടേ അധികം സ്ഥലമൊന്നുമില്ല, ഈ കാണുന്നതൊക്കെ ഉള്ളൂ. മാണിക്കുഞ്ഞ്, താൻ എന്നോട് ക്ഷമിക്കണം. എടോ, തന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല സാറേ. ഞങ്ങൾ ജോലിക്കാർക്കേ ഇതൊക്കെ ശീലമാ. ചങ്കെടുത്ത് നമ്മൾ സ്നേഹിച്ചാലും കൂലി ഇതൊക്കെ തന്നെയാ. മാണിക്കുഞ്ഞ്, എടോ, താൻ ഇത്രയും ദിവസം വരാതിരുന്നപ്പോഴാ തന്റെ സാന്നിധ്യം ഇത്ര അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയത്. എടോ, എന്റെ മനസ്സൊന്നും നേരെ നിന്നിട്ടില്ല. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. എടോ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലടോ. അതൊക്കെ ശരിയാവും സാറേ. എന്റെ സ്ഥാനത്ത് വേറൊരാൾ വരും. കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോ അതൊക്കെ അങ്ങ് ഓക്കെ ആവുന്നേ. എടോ, തന്റെ സ്ഥാനത്ത് വേറെ ആരും വരില്ല. താൻ തിരിച്ചു വരണം. അത് പറയാനാണ് ഞാൻ വന്നത്. താൻ ഈ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിന് സാർ എപ്പോഴെങ്കിലും എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അല്ലാതെ ഞാൻ എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് സാർ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ സാറേ? എടോ, ഐ എം റിയലി സോറി മാണിക്കുഞ്ഞ്. എന്റെ ഭാഗത്താണ് തെറ്റ്. കൂടെ നടക്കുന്ന തന്റെ വീട് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയില് എടോ, അങ്ങനെ ഒരു ബിസിനസ് ഭ്രാന്തനായിപ്പോയി ഞാൻ. സാറ് വന്നതോ വന്നു. എന്തിനാ സാറേ ഗാഥമാടത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എടോ, തന്നെ കുറിച്ച് എന്നോട് കൂടുതൽ സംസാരിച്ചത് ഗാഥയാ. ഏറ്റവും കൂടുതൽ തർക്കിച്ചതും ഗാഥയാ. താൻ എന്നോട് ക്ഷമിച്ചു പറ മാണിക്കുഞ്ഞ്. ക്ഷമിക്കാനൊന്നുമില്ല സാറേ. സാറിനെ പുറത്താക്കിയ ദിവസം. അയ്യോ മാഡം, അതെ, ഇത് ഞാനിട്ടതാ, സാരമില്ല. എടുത്തോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നല്ലോ അല്ലേ?
എന്റെ സാറിനോട് ഒരു വാക്കും മിണ്ടിയ പിന്നെ മാണിക്കുഞ്ഞിനത് പ്രശ്നമാകും. പക്ഷെ വീട്ടിലെ കാര്യം അങ്ങനെയല്ലല്ലോ. അവരെല്ലാരും എന്നെ ഒരു കള്ളനായിട്ടല്ലേ കാണുന്നത്. സത്യത്തില് ഈ ആഭരണം എന്തിനാ എടുത്തേ? നിർമ്മലാമായി എന്നോട് പറഞ്ഞു ആഭരണങ്ങളെല്ലാം ജുവലറി കൊണ്ട് കൊടുക്കണം, എല്ലാം ഒന്ന് മിനുക്കാനാണ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പൂജാമുറിയിലാണ്, അലമാര തുറന്നെടുത്തോളാനും പറഞ്ഞു. ഞാൻ നമ്മുടെ വീടായിട്ടല്ലേ മാഡം കാണുന്നത്. ഇനി മാണിക്കുഞ്ഞിനാരും കള്ളനായിട്ട് കാണില്ല. അതിനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ. കളരിക്ക് ചെന്ന് നമുക്ക് കള്ളനെ കയ്യോടെ പിടിക്കാം. ആ ചെല്ല മാണിക്കുഞ്ഞെ, ഞാനല്ലേ പറയുന്നേ. എന്തൊക്കെയാ മാണിക്കുഞ്ഞി കേൾക്കുന്നേ? ഇതാണോ 2-3 ദിവസമായിട്ട് നീ വെപ്രാളപ്പെട്ടോണ്ട് നടന്നത്? ഇതൊന്നുമില്ല അമ്മേ. അമ്മയുടെ മോനും സാറും തമ്മില് ചെറിയൊരു പിണക്കം. അത് മാറ്റാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അമ്മേ, മാണിക്കുഞ്ഞിനെ ഞങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. കൊണ്ടുപോയിക്കോ സാറേ, അവന്റെ സന്തോഷം തന്നെ അതല്ലേ. പെട്ടെന്ന് ചെല്ലടാ. അമ്മയെ കാണാൻ നവീൻ സാർ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ആ